അമേരിക്ക ഉപരോധം കടുപ്പിക്കുന്നു, ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം നിലയ്ക്കുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ലോട്ടറി അടിച്ചത് മറ്റാർക്കുമല്ല, സാക്ഷാൽ വ്ളാദിമിർ പുതിന് തന്നെയാണ്. അതെ, ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യ തന്ത്രം മാറ്റിയപ്പോൾ റഷ്യയുടെ ഖജനാവിലേക്കാണ് അപ്രതീക്ഷിതമായി കാശ് ഒഴുകിയത്. രാജ്യാന്തര ഊർജ ഏജൻസിയുടെ പുതിയ കണക്കുകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. മാർച്ചിൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വരുമാനം ഇരട്ടിയായി കുതിച്ചുയർന്നു. ഫെബ്രുവരിയിൽ വെറും $970 കോടി മാത്രമായിരുന്നു അവരുടെ വരുമാനമെങ്കിൽ മാർച്ചിൽ അത് $1900 കോടി വർദ്ധിച്ചു. ബാരലിന് $46 ഉണ്ടായിരുന്ന റഷ്യൻ യുറാൽ ക്രൂഡ് ഓയിലിന്റെ വില ഒറ്റയടിക്ക് $78 ഇതോടെ നികുതി ഇനത്തിൽ മാത്രം $660 കോടി പുതിന്റെ അക്കൗണ്ടിലേക്ക് അധികമായി എത്തിയത്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ഇന്ത്യ തന്നെയാണ്. റഷ്യൻ എണ്ണയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്കിൽ നൽകിയ 30 ദിവസത്തെ ഇളവ് മുതലെടുത്ത് മാർച്ചിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയത് സാധാരണയേക്കാൾ ഇരട്ടി എണ്ണയാണ്. അതായത് പ്രതിദിനം 2,70,000 ബാരൽ അധികം. ലഭ്യമായ ക്രൂഡ് ഓയിൽ ഭൂരിഭാഗവും സ്വന്തമാക്കിയത് ഇന്ത്യൻ കമ്പനികളാണെന്ന് CERA റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു റഷ്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 3 മാസത്തിൽ റഷ്യൻ ബജറ്റ് കമ്മി $6000 കടക്കുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇതിനിടയിൽ ഇറാൻ യുദ്ധം തുടങ്ങിയതും ക്രൂഡ് ഓയിൽ വില കുത്തനെ കൂടിയതുമൊക്കെ റഷ്യക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു പുതുജീവനായി മാറുകയായിരുന്നു. ദീർഘകാലം ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്നാൽ മാത്രമേ റഷ്യക്ക് പൂർണ്ണമായും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുകയുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ ഈ കുതിപ്പ് അവർക്ക് വലിയ ആശ്വാസം തന്നെയാണ്. എന്നാൽ പുതിന്റെ ഈ സന്തോഷത്തിനും ഇന്ത്യയുടെ എണ്ണ വാങ്ങലിനും അധികം ആയുസ് ഉണ്ടാകില്ല എന്നതാണ് ഇതിലെ വിഷമകരമായിട്ടുള്ള വസ്തുത. മാർച്ച് 11 മുൻപ് കപ്പലുകളിൽ ലോഡ് ചെയ്ത ക്രൂഡ് ഓയിലിനാണ് അമേരിക്ക ഈ ഇളവ് നൽകിയിരിക്കുന്നത്. ഈ അനുമതി ഇനി നീട്ടില്ലെന്നും പകരം റഷ്യയ്ക്ക് മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വില്ലനായി യുക്രൈൻ ഡ്രോണുകളുമുണ്ട്. ഇന്ത്യ പ്രധാനമായും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിലെ പ്രിമോസ്ക്, യൂസ്ലുഗ, നൊവോറോസിസ്ക് എന്നീ തുറമുഖങ്ങളിലാണ് യുക്രൈൻ ഇപ്പോൾ നിരന്തരം ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്കുള്ള 80% ക്രൂഡ് കയറ്റുമതി നടന്നത് ഇവിടെ നിന്നാണ്. ആക്രമണം തുടരുന്ന പക്ഷം വരും ആഴ്ചകളിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് IEA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഊർജ വിപണിയിൽ ഇന്ത്യ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഹോർമൂസിലെ കപ്പൽ ഗതാഗതം മുടങ്ങിയതോടെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ ഏറെക്കുറെ നിലച്ചു. 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയെങ്കിലും അമേരിക്കയുടെ നാവിക ഉപരോധം കാരണം അതും മുടങ്ങി. റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് അമേരിക്ക അനുവദിച്ച അനുമതി ഏപ്രിൽ 11 അവസാനിക്കുകയും ചെയ്തു. അതിനു പുറമെയാണ് റഷ്യൻ തുറമുഖങ്ങളിലെ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ. എണ്ണ വിപണിയിലെ ഈ വമ്പൻ പ്രതിസന്ധികൾക്കിടയിൽ ഇനി ഇന്ത്യ എന്ത് തന്ത്രം പുറത്തെടുക്കുമെന്ന് വരും ദിനങ്ങളിൽ തന്നെ കണ്ടറിയണം. വിശ്വസിച്ച്